നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രോഗ്രാമിലും താലൂക്ക് യൂണിയന്റെ പ്രോഗ്രാമിലും നിങ്ങളുടെ ഭഗവത്ഗീത ഈ ക്ലാസ് എടുക്കുന്നത് പ്രഭാകരനാണ്. ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് FCR റിട്ടയർഡ് ചെയ്ത ആളാണ്. വളരെ പോപ്പുലറാണ്. മാനേജ്മെന്റ് ക്ലാസ്സുകൾക്കായാലും ശരി, കുട്ടികൾക്കായാലും കോഴ്സ് സ്റ്റഡി ആയാലും ശരി, ഈ ആത്മീയ ക്ലാസ്സുകാരും ശരി, സത്യസേവാ സമിതിയുടെ പ്രസിഡന്റ് അല്ലേ, വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ അതിന്റെ ആത്മീയ ക്ലാസ്സുകൾ, ഒരുപാട് ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ഒരുപാട് പ്രോഗ്രാം അദ്ദേഹം നടത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ ഇവിടെ ക്ഷണിച്ചു കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനും കണക്കുകൂട്ടുന്നത്. കാരണം കിട്ടാൻ വളരെ അപൂർവമാണ്. കാരണം ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാമായണ മാസ സമയത്ത് ഓരോ അമ്പലത്തിലും ഓരോ ഇവിടെയും പല പ്രോഗ്രാമുകളും പല സ്ഥലത്തും നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ കുട്ടികൃഷ്ണനെ സഹായം കൊണ്ട് നമുക്ക് ഷെഡ് ചെയ്തിട്ടുള്ളൂ കൃഷ്ണൻകുട്ടിയുടെ. അപ്പോൾ അതെന്തായാലും വളരെയധികം സ്പെഷ്യൽ താങ്ക്സ് ടു ബോത്ത് ഓഫ് യു. അപ്പോൾ നമുക്ക് പുഷ്പാർച്ചന ചെയ്ത് നമ്മുടെ ഈ പ്രോഗ്രാം ഇനി വൈകിട്ടില്ല, വേഗം തുടങ്ങാം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. രാമൻ ഇപ്പൊ ധർമ്മത്തിന് പര്യായം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വേണ്ട, രാമൻ ആണ് അതിൻ്റെ പര്യായം, ബെസ്റ്റ് പര്യായം. ശ്രീരാമൻ്റെ ജീവിതവും ശ്രീരാമൻ്റെ ധർമ്മവും നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ജീവിച്ച് കാണിച്ചു തന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ശങ്കരാചാര്യർ ധർമ്മത്തിന് നല്ല ഡെഫിനേഷനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹ യാ സഹ ധർമ്മ എന്നാണ് ധർമ്മത്തിന് ഒരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അത് ആ ഡെഫിനേഷനാണ് വൈഡ്ലി അംഗീകരിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ള ധർമ്മമല്ല. ജഗത്തിൻ്റെ നിലനിൽപ്പിനും ആ ജഗത്തിലെ പ്രാണികളുടെ ശ്രേയസ്സിനും അഭ്യുന്നതിക്കും എന്താണോ ഹേതുവായിരിക്കുന്നത് അതാണ് ധർമ്മം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് ധർമ്മമാകുന്നത് അധർമ്മമാകുന്നത് എന്ന് വളരെയധികം ആലോചിക്കേണ്ടതാണ്. ധർമ്മമാണെന്ന് അറിയണമെങ്കിൽ വളരെ പ്രയാസമാണെന്ന് പറയാറുണ്ട്. ധർമ്മസിദ്ധത്വം ഹിതം ഗുഹായ എന്ന് പറയും. ഗുഹ്യമാണ്, അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. രണ്ട് തരത്തിലെ ധർമ്മങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഈ വിഗ്രഹവാൻ ധർമ്മം എന്ന് പറയുമ്പോൾ ശ്രീരാമനെ വിമർശിക്കാറുണ്ടല്ലോ. ഇന്ന് വളരെ നമ്മൾ ശ്രീരാമൻ എങ്ങനെയാണ് മര്യാദാ പുരുഷോത്തമന ആവുന്നത്? ഭാര്യയെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ കാട്ടിൽ കൊണ്ടാക്കും, ഒളിച്ചു ചെന്നിട്ട് ഭാര്യയെ കൊന്നു. ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ റോൾ മോഡലാക്കിയിട്ട് ജീവിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അതെന്തുകൊണ്ട് ഈ ധർമ്മത്തിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, എന്താ ധർമ്മം എന്ന് നമ്മുടെ സനാതന ധർമ്മത്തിൽ പറഞ്ഞതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഗൗണധർമ്മവും മുഖ്യധർമ്മം എന്ന് പറഞ്ഞ രണ്ട് ധർമ്മങ്ങളുണ്ട്. ഗൗണധർമ്മം വേറെ, മുഖ്യധർമ്മം വേറെ. അതൊരു വ്യക്തിക്ക് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ടീച്ചർ, ഒരു സ്കൂൾ ടീച്ചർ ക്ലാസ്സിലായ ആ ടീച്ചറിൻ്റെ മകനും അല്ലെങ്കിൽ മകള് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അവരെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ സ്കൂളിൽ പോയാൽ അവർ 10-40 കുട്ടികളെ വലിയ ഒരാളായിട്ടല്ലേ ഈ കുട്ടിയെ കാണുള്ളൂ. അല്ല സ്വന്തം മകനാണെന്നുള്ള ഒരു പ്രത്യേകത അവിടെ കൊടുക്കുമോ? കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ട് ടീച്ചറല്ല നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഗൗണധർമ്മം എന്ന് പറയും. അവിടെ ആ സമയത്ത് ഗൗണധർമ്മം എന്താ? പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കണം. ആ സമയത്ത് അല്ലെങ്കിൽ ഈ ടീച്ചർ എന്നുള്ളവരുടെ മുഖ്യധർമ്മം പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ഗൗണധർമ്മമാണ് മകൾ പെട്ടെന്ന് വീണു, അവിടെ മകളെ വീണു വിചാരിക്കും ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പം വേഗം അമ്മയാവും അല്ലെങ്കിൽ അച്ഛനാവും. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ഡ്യൂട്ടിയെ കുറിച്ച് വളരെ പ്രയാസമാണ് നമുക്ക് ജീവിതത്തിൽ. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വലിയ പാടം NSS കരയോഗത്തിൽ രാമായണ പ്രഭാഷണം നടത്തി. രാമോ വിഗ്രഹ വാർധർമ്മ എന്ന വിഷയത്തിൽ AM പ്രഭാകരൻ നായർ പ്രഭാഷണം നടത്തി.
താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ, കരയോഗം പ്രസിഡന്റ് കെ അനന്തൻ മാസ്റ്റർ, കരയോഗം സെക്രട്ടറി KVP നായർ എന്നിവർ സംസാരിച്ചു. വളരെ അച്ചടക്കത്തോടെ വളരെ ഭക്തിപൂർവമായിരുന്നു എല്ലാവരും പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിച്ചും വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം ക്ലാസ് എടുത്തു. രാമായണത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു ക്ലാസ്സായിരുന്നു ഇത് എന്നും ഇത് വളരെ ഉപകാരപ്രദമാണെന്നും കുറേ കാര്യങ്ങൾ രാമായണത്തിൻ്റെ അറിയാൻ കഴിഞ്ഞുവെന്നും ഈ പ്രഭാഷണത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ പറഞ്ഞു. പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.